വർത്തമാനത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി KT വർഗീസ് അച്ഛനാണ്. KT വർഗീസ് അച്ഛനെ കുറിച്ച് ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തണ്ട. KT വർഗീസ് അച്ഛനെ അറിയാവുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. KT വർഗീസ് അച്ഛൻ ഇപ്പോൾ മൗണ്ട് സീനായി ആശ്രമത്തിൻ്റെ സുപ്പീരിയറാണ്. നേരത്തെ മൗണ്ട് ഫറേബ് ആശ്രമത്തിലും ഉണ്ടായിരുന്നു. അച്ഛൻ അജപാലന രംഗത്ത് 50 വർഷം പൂർത്തിയാക്കുകയാണ്. നീണ്ട 50 വർഷത്തെ ആ വൈദിക വൃത്തിയിലെ ചില അനുഭവങ്ങൾ നമ്മളോട് അച്ഛൻ പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. നമസ്കാരം അച്ഛാ. നമസ്കാരം. അച്ഛനെ സഭയുടെ ഈ അജപാലന രംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് നമ്മുടെ മാത്യൂസ് ദിദിംബാവെ, അന്ന് കൂർലോസ് തിരുമേനിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് എന്നാണ് അതിനുള്ള സാഹചര്യം എന്താണ്? മാത്യൂസ് ദിദിംബാവ ഈ മാത്യൂസ് അച്ഛനായിട്ട് ഓതറെ താമസിച്ചു. ഓതറെ ആശ്രമത്തിൽ വാസ്തവത്തിൽ ദേറ സ്ഥാപിക്കുന്നത് മാത്യൂസ് അച്ഛനാണ്. ഈ മാത്യൂസ് അച്ഛനാണ്. അതിനുശേഷമാണ് അദ്ദേഹം മെത്രാച്ചനായതും എല്ലാം തന്നെ. പക്ഷെ അന്ന് പിന്നെ ഒരു നല്ല വിഭാഗം ആളുകളെ ദേറയിലേക്ക് ആകർഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇപ്പം ദേറയിലേക്ക് ആളുകൾ കടന്നു വരുന്നില്ല. ഇപ്പൊ വരുന്നില്ല. പക്ഷെ അന്നത്തെ സാഹചര്യം അതല്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ ആ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ മിക്കവാറും അവിടുത്തെ ആരാധനയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അവിടെ ഒത്തിരി കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അന്ന് സാമ്പത്തികമൊന്നുമില്ലായിരുന്നു. അപ്പം ഈ മാത്യൂസ് അച്ഛൻ അല്ലെങ്കിൽ നമ്മൾ കൂർലോസ് തിരുമേനിയും തന്നെ കെട്ടിടങ്ങൾ പണിയാനൊക്കെ ആരംഭിച്ചു. അപ്പം ഞങ്ങളുടെ വല്യപ്പച്ചന്മാര്, കുടുംബത്തിലെ വല്യപ്പച്ചന്മാര് പോയി സഹായിക്കുമായിരുന്നു തിരുമേനി. അച്ഛൻ്റെ വീട്, കുടുംബ വീട് ഓതറ ഈ ദേറായ്ക്ക് 1 കിലോമീറ്റർ, ദേറായിന്ന് 1 കിലോമീറ്റർ. അപ്പം അങ്ങനെ സഹായിച്ചു. അങ്ങനെ ആയപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ തിരുമേനി നേരത്തെ തന്നെ എന്നോടൊരു ശ്രദ്ധയുണ്ടായിരുന്നു. അപ്പം ആരാധനയുടെ കാര്യത്തിലും ഒക്കെ ഞാനന്ന് വളരെ ശുഷ്കാന്തി കാണിച്ചിരുന്നത് കൊണ്ടായിരിക്കാം എന്തായാലും 8ാം ക്ലാസ് ആയപ്പം മധുവായി കയറിയായിരുന്നു. അപ്പൊ 8ാം ക്ലാസ്സിൽ മധുവായിൽ ആരായിരുന്നു അച്ഛനെ അന്ന് ശുശ്രൂഷക്കാരനായിട്ട് മധുബയിലേക്ക് കൈപിടിച്ച് കയറ്റിയത്? കൂർലോസ് തിരുമേനി തന്നെയായിരുന്നു. അപ്പോഴത്തേക്ക് അദ്ദേഹം തിരുമേനി ആയായിരുന്നു. ഒരു മെത്രാച്ചൻ വേണം എന്നുള്ള നിലയിൽ. അന്ന് പക്ഷേ ഓതർ നേരായിട്ട് സുപ്പീരിയർ ഒരു റമ്പാച്ചൻ ഉണ്ടായിരുന്നു, മാരേട്ട് തോമസ് റമ്പാച്ചൻ. അദ്ദേഹം ഒരു വലിയ മൽപ്പാനായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴെ ശിഷ്യഗണങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ പോലെ വൈദിക സെമിനാരി പഠനം അന്ന് വൈദിക സെമിനാരി ഉണ്ടായിരുന്നെങ്കിലും അത്ര ഇന്നത്തെ പോലെ ഇല്ലായിരുന്നു, നിർബന്ധമല്ലായിരുന്നു. തന്നെയല്ല അന്ന് അച്ഛന്മാരുടെ ഒത്തിരി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും സെമിനാരിയിൽ പോകാതെ തന്നെ വൈദികരെ പട്ടം കിട്ടുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ എല്ലാം പരിശീലിപ്പിക്കാനായിട്ട് ഇങ്ങനെ 1-2 മൽപ്പാന്മാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഈ മാരേട്ട് തോമസ് റമ്പാച്ചൻ. അപ്പോൾ അദ്ദേഹം ഈ ഓതറ ദേറായുടെ സുപ്പീരിയർ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഈ മാത്യൂസ് അച്ഛനാണ് ഓതറയുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കിയതും. അങ്ങനെ അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 1964 ഞാൻ 10ാം ക്ലാസ് പാസ്സാകുന്നത്. 64 10ാം ക്ലാസ് പാസ്സായ വർഷം തന്നെ അപ്പോൾ ഇവിടെ കൊട്ടാരക്കര തിരുമേനിക്ക് സെന്റ് ഗ്രിഗോറിയസ് സ്കൂളെ അനുവദിച്ച് കിട്ടി. അപ്പോൾ പഠിക്കാനായിട്ട് തിരുമേനി തന്നെ എന്നെ വിളിച്ചു. വരണം, ആശ്രമ ജീവിതത്തിലേക്കാണ്, ചെങ്ങനാട്ട് ദേറായിലേക്കാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞാ കൊണ്ടുവന്നത്. അതെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ആശ്രമ ജീവിതമായിരിക്കും. അതെ അത് പറഞ്ഞു. കാരണം എൻ്റെ വല്യപ്പച്ചന്മാരും അപ്പച്ചന്മാരും ഒക്കെ അതിന് അനുവാദം കൊടുത്തിരുന്ന നേരത്തെ സന്തോഷമായിട്ട്. അച്ഛൻ ഇടയ്ക്ക് ഒന്ന് ചോദിക്കും, അച്ഛന്റെ കുടുംബത്തിൽ വേറെ അച്ഛന്മാരോ അല്ലെങ്കിൽ അങ്ങനെ ബന്ധുക്കളായിട്ടുള്ളവരുണ്ട്? ബന്ധുക്കളുണ്ട്. അച്ഛന്റെ ഓൺ കുടുംബത്തില് കൂട്ടത്തിൽ ഇപ്പോഴേ ആരുമില്ല. പല ആ കാലഘട്ടത്തിൽ ഈ ഒരു ആശ്രമത്തിലെ ഒരു സന്യാസ ജീവിതത്തിലേക്ക് വരാൻ അങ്ങനെ വിടാൻ മാതാപിതാക്കൾക്ക് തിരുമേനിയോടുള്ള ഒരു ബഹുമാനമാണ് അതിന്റെ പിന്നിലുണ്ടായ ഏതോ. അത്രമാത്രം അദ്ദേഹം അച്ഛനായപ്പോ തന്നെ ഒരു വിശുദ്ധനായിട്ട്. അതുകൊണ്ടാണല്ലോ
ഈ ഏഞ്ചൽ അച്ഛൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് ലഭിച്ചത് ഏഞ്ചൽ ബാവ ഏഞ്ചൽ ബാബ ഏഞ്ചൽ അച്ഛനായിരുന്നു അത്. അത് പിന്നെ അവിടെ വെച്ച് ലഭിച്ചതാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം കുറെ നാൾ നമ്മുടെ കോട്ടയം സെമിനാരി പഠിപ്പിച്ചായിരുന്നു ഈ മധ്യസ്ഥന്. അപ്പൊ അങ്ങനെ അദ്ദേഹം വരുമ്പോൾ ഈ ഞങ്ങളുടെ അവിടെ നിന്ന് കല്ലിശ്ശേരി വരെ നടന്നു പോയാൽ പറ്റും ഓതറയിൽ. നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇദ്ദേഹത്തിന്റെ സൗന്ദര്യമൊക്കെ കാണുമ്പോഴേ രണ്ട് വശത്തേക്കും ആളുകൾ മാറും. ഇതെന്താടാ, ഇതെന്താ ഏഞ്ചലാണല്ലോടാ ഈ പോകുന്നത്, ഇങ്ങനെ അവർ തമ്മിൽ പറയാം. അങ്ങനെയാണ് ഈ ഏഞ്ചൽ അച്ഛൻ എന്നുള്ള പേര്. എനിക്കും അനുഭവമുണ്ട്. ഞാനൊക്കെ പള്ളിയുടെ മുറ്റത്ത്, എൻ്റെ വീടൊക്കെ പള്ളിയുടെ ചേർന്നാണ് വീടൊക്കെ. അപ്പൊ ഞങ്ങളൊക്കെ ഈ പള്ളി മുറ്റത്ത്, ഞങ്ങൾ കൊച്ചു കുട്ടികളൊക്കെ ആയിരുന്നപ്പോഴ് പള്ളി മുറ്റത്ത് ഒന്ന് കളിച്ചു വളർന്നതൊക്കെ പള്ളി മുറ്റത്താണ്. അപ്പൊ ഞങ്ങൾ പണ്ടത്തെ ഈ ഗോലി കളി, ഈ കബഡി കളിയൊക്കെ കളിക്കാൻ വന്നപ്പം അങ്ങ് കൂർല സിനിമേനയുടെ കാറ്, ഒരു അംബാസഡർ കാറുണ്ട്, പാപ്പച്ചാന ഡ്രൈവർ. തിരുമേനിയുടെ പിന്നെ ഒരു സമയം മുതല് പാപ്പച്ചാനായിരുന്നു സാരഥി. അപ്പൊ പാപ്പച്ചാന വണ്ടി കാറ് താഴേന്ന് ആ പള്ളിയുടെ താഴേന്ന് കയറി വരുമ്പോഴേ ഞങ്ങൾ കാണും. അപ്പം തിരുമേനി അവിടുന്ന് നോക്കുമ്പോൾ ഞങ്ങള് ഈ പള്ളി മുറ്റത്തിരുന്ന് കളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഈ വണ്ടി വരുന്ന കണ്ടോണ്ട് ഞങ്ങൾ 4 വശത്തേക്ക് ഞങ്ങള് പിന്നെ ഓടും. തിരുമേനി വന്ന് ഇറങ്ങി നിന്നിട്ട് ചുറ്റും നോക്കിയിട്ട് ആരെങ്കിലും കുഞ്ഞു വിളിച്ച് ഒരു സ്നേഹവും കരുതലൊക്കെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഞാൻ 64 എന്നെ തിരുവേനി കൊട്ടാരക്കരയ്ക്ക് കോളേജിൽ ചേർത്തു. തിരുവേനിയുടെ സ്ഥാപനമാണ്, ആദ്യമായിട്ടൊരു കോളേജ് അനുവദിച്ച് കിട്ടിയതാണ്. അപ്പം താമസിച്ചു. അന്ന് പിന്നെ തിരുവേനിയും കൂടുതൽ താമസിച്ചു കോട്ടപ്പുറത്ത് സെമിനാരിയിലാണ്. അങ്ങനെ കോട്ടപ്പുറത്ത് സെമിനാരിയിൽ നിന്ന് പേര് വരാൻ കഴിയും. അപ്പൊ അത് പിന്നെ പേര് വന്നത് പരിമല തിരുവേനി ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അങ്ങനെ അതിന്റെ പേര് വന്നത്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും കൊട്ടാരക്കര കോളേജിൽ പിന്നെ പ്രീ ഡിഗ്രി 2 വർഷം കൊണ്ട് പൂർത്തിയാക്കി. അപ്പൊ അതിനുശേഷമായപ്പോഴും പ്രശ്നമാണ്. കാരണം അന്ന് മുമ്പിൽ നിന്ന അച്ഛന്മാരെല്ലാം ഇതിന്റെ അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തില്, കൺസ്ട്രക്ഷന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഓഫീസിൽ ബർസാർ എന്നുള്ള നിലയിൽ അന്നൊരാൾ ആവശ്യമായിരുന്നു. കാരണം ആദ്യം ഇത് ഒരു സെൽഫ് ഫൈനാൻസിങ് ആയിട്ടായിരുന്നു ആദ്യത്തെ 1-2 വർഷം. അപ്പോൾ അതിന്റെ ശമ്പളം കൊടുക്കുകയൊക്കെ ചെയ്യാൻ മാനേജ്മെന്റിന്റെ ആള് ആരും ഇല്ലാതിരുന്നുകൊണ്ട് അത് എന്നെ ചുമതലപ്പെടുത്തിയിട്ടാണ്. അച്ഛനോട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ കൊട്ടാരക്കര കോളേജിൽ ജോലി ചെയ്തിട്ടുണ്ട്, പഠിക്കുക മാത്രമല്ല അവിടെ ജോലിയും ചെയ്തിരുന്നു. അതിനുശേഷം 70-ലാണ് പിന്നെ ഞാൻ ഡിഗ്രിക്ക് കൊല്ലത്ത്, അതും തിരുവേനി തന്നെ, കൊല്ലത്തിന് തിരുവേനിയുടെ അരമനയിൽ താമസിച്ചുകൊണ്ട് അവിടെ പോയി പഠിച്ചു. അപ്പൊ അതിനുശേഷമാണ് ഈ വൈദികനാകാൻ അധികം കാലം എടുത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനും എന്നെ അങ്ങോട്ട് വിട്ടു, എറമ്പാച്ചൻ്റെ അടുത്ത് വിട്ടു. അങ്ങനെയുള്ള പഠനമായിരുന്നു ആ കാലത്തുണ്ടായിരുന്നു. എറമ്പാച്ചൻ എന്നെ പരിശീലിപ്പിച്ചു, വൈദികനാകാൻ പരിശീലിപ്പിച്ചു. അങ്ങനെ 1974 സെപ്റ്റംബർ 11 ഞാൻ ഷമ്മാശനായി. ആ മാസം തന്നെ സെപ്റ്റംബർ 26-ാം തീയതി അച്ഛനുമായി. അങ്ങനെ വളരെ പെട്ടെന്നായിരുന്നു ഈ വൈദിക അച്ഛനായിട്ട് പ്രവേശിച്ചത്. അപ്പൊ പഠിപ്പിച്ചതൊക്കെ ഈ പിന്നെ റബ്ബാച്ചനായിരുന്നു പഠിപ്പിച്ചതൊക്കെ? അതെ. അന്ന് അത് പിന്നെ ഞാൻ തിയോളജി പഠിക്കാനായിട്ട് ജർമ്മനിയിൽ പോയി. അത് പിന്നെ വരുന്നതേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ തിരുവേനി എന്നെ പട്ടമേറ്റെങ്കിലും വിട്ടുന്ന അന്ന് പള്ളി അച്ഛന്മാർ കുറവായിരുന്നോണ്ട് നേരെ എന്നെ മാവേലിക്കര പുഴയാപ്പള്ളിയിലേക്കാണ്. വികാരിയല്ല, അസിസ്റ്റന്റ്. അന്ന് അവിടെ ദേശത്ത് പട്ടക്കാരുണ്ടായിരുന്നു, അവരായിരുന്നു വികാരിമാർ. വലിയ പള്ളിയില്ലേ അന്നേ? വലിയ പള്ളി. അതെ, ഇപ്പോഴും വലിയ പള്ളിയാണ്. വലിയ പള്ളി ഇന്നത്തേക്കാൾ വലിയ പള്ളിയാ. കാരണം ഇന്ന് കുറെ ബ്രാഞ്ചസ്, ചാപ്പലുകൾ വന്നു, 4 ചാപ്പലും കണ്ടുണ്ട്. അന്ന് അതങ്ങനെയല്ലായിരുന്നു. അന്ന് ഇതെല്ലാം കൂടി നടക്കണമായിരുന്നു. അപ്പൊ 2 അച്ഛന്മാരുണ്ടായിരുന്നു. പക്ഷേ അവിടെയുള്ള ദേശത്ത് പട്ടക്കാരായിരുന്നു വികാരിമാർ. പക്ഷെ അവരെല്ലാം പ്രായമുള്ളവരായിരുന്നു, ഒത്തിരി ഓൾഡായിരുന്നു. അപ്പം പക്ഷേ കാര്യങ്ങൾ ഭംഗിയായിട്ട് ഞങ്ങൾ നടത്തി. പിന്നെ ആദ്യത്തെ ഒരു പള്ളി ശുശ്രൂഷ ചെയ്യുന്നത് പുതിയ മാവേലിക്കര ഭദ്രാസനം. അന്ന് മാവേലിക്കര ഭദ്രാസനം ഇല്ലല്ലോ, അന്ന് കൊല്ലം ഭദ്രാസനം. കൊല്ലം ഭദ്രാസനം എനിക്ക് തോന്നുന്നു കൊല്ലം ഭദ്രാസനത്തിന്റെ അങ്ങേ അറ്റമാണെന്ന് തോന്നുന്നു അല്ലേ? അതിന് അവിടുന്ന് കാരായ്മ എന്ന് പറയും, അതിന്റെ തൊട്ട് വടക്കുള്ള ചെന്നിത്തല വരെയാണ് ആയിരുന്നു അന്ന് കൊല്ലം. അപ്പൊ പുതിയാവിലാണ് ആദ്യത്തെ നമ്മുടെ ഒരു വൈദികൻ എന്നുള്ള നിലയിൽ ആദ്യം പട്ടം കിട്ടി ആദ്യം ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നത്. അപ്പൊ അവിടെ വാസ്തവത്തിൽ പിന്നെ എനിക്കൊരു പരിശീലന കളരി കൂടെ ആയിരുന്നത്. കാരണം അവിടെ എല്ലാം നിയമം അനുസരിച്ചാ, പൊതുയോഗവും ഇങ്ങനെയുള്ള എല്ലാം നിയമം അനുസരിച്ചാണ്. അപ്പൊ ആ നിയമങ്ങൾ കുറെ കൂടെ നമുക്ക് ഹൃദയസ്ഥമാക്കാൻ
അന്ന് നമ്മുടെ 934 ഭരണഘടന അനുസരിച്ചാണ് അന്നേ അവിടെ പോകുന്നത്, അല്ല കീഴ്വഴക്കമല്ല, അല്ല നിയമാനുസൃത പൊതുയോഗമാണ്. അതെ ഓ ശരി. അത് വളരെ ചുരുക്കമാണ് നിയമാനുസൃത അന്ന് പൊതുയോഗങ്ങളൊക്കെ നടക്കുന്നത്. വളരെ ചുരുക്കമായിരുന്നു. ഇപ്പൊ കുറെ കൂടെ ആയിട്ടുണ്ട്. അല്ല ഇപ്പോഴും പിന്നെ കീഴ്വഴക്ക പൊതുയോഗം നടക്കുന്ന ഒരുപാട് പള്ളികളുണ്ട്. നിയമാനുസൃത പൊതുയോഗം അല്ലാതെ കീഴ്വഴക്ക പൊതുയോഗം നടക്കുന്നുണ്ട്. പിന്നെ വലിയ പ്രശ്നമില്ലാത്തടത്താ. അവിടെയൊക്കെ വലിയ പള്ളിയാകുമ്പോൾ ഒത്തിരി കുറെ കൂടെ ഒക്കെ ഇത് വരുമല്ലോ. പക്ഷേ എങ്കിലും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്ന ഒരു ഇടവകയാണ് അന്നും ഇന്നും ദീപാവളി. അപ്പൊ അവിടുന്ന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ എൻ്റെ ഒരു പരിശീലന കളരി കൂടെ ആയിരുന്നു അത് എന്നുള്ളതാണ് അതിനകത്ത്.